നമസ്കാരം. ന്യൂഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന കേരള എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഞങ്ങളിപ്പം ആന്ധ്രാപ്രദേശിലേക്ക് കയറിയിരിക്കുകയാണ്. വിജയവാഡ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സമീപം 7:45. ട്രെയിൻ ഇപ്പോൾ ആൽമോസ്റ്റ് 9.5 മണിക്കൂറാണ് ഡിലേ. കഴിഞ്ഞ ദിവസം രാത്രിക്ക് 10:15 എത്തേണ്ട വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ആ ട്രെയിനിന്റെ ലേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ 3 മണിക്കൂർ വൈകിട്ട് റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് പുറപ്പെട്ടത്. അങ്ങനെ പുറപ്പെടുമ്പോൾ 3 മണിക്കൂർ. ഇന്നലെ ഞങ്ങൾ ഒന്നാമത്തെ പാട്ട് വൈകിട്ട് ചെയ്ത് മഹാരാഷ്ട്രയിലെ സേവാഗ്രം വെച്ചാണ്. അന്നേരം നമ്മുടെ വണ്ടിയുടെ ലേറ്റ് പറയുകയാണെങ്കിൽ അത് 8 മണിക്കൂറായി. ഇന്നലെ രാത്രി എനിക്ക് വീണ്ടും 2 മണിക്കൂർ ഡിലേ ആയി, ഒരു 10 മണിക്കൂറിന് അടുത്തെത്തി. ഇന്ന് രാത്രിക്ക് 9:50 തിരുവനന്തപുരത്ത് എത്തേണ്ടത്. മിക്കവാറും ഇത് നാളെ രാവിലെ എത്തുള്ളൂ, ഒരു പുലർച്ചയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ എന്തായാലും. അതുപോലെ തന്നെ വിജയവാഡ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ടോട്ടലി 10 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇത് ലാസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അതുപോലെ ഇത് സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇതാ 7:50 സമയം. നമ്മുടെ ട്രെയിൻ ഇതാ ഇവിടെ. ഇവിടെ നല്ല അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മുടെ ട്രെയിനിന്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ട്രെയിനിന്റെ നമ്പറൊക്കെ പറയണ്ടേ. ഇവിടെ നൈദില്ലി തിരുവനന്തപുരം 126-26 അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് വരുന്നത് 3rd AC അല്ല, 3rd AC എക്കണോമി M1 കോച്ചാണ്. അത് ഈ ഒരു കാണുന്ന കോച്ചാണ്. ഇതാണ് M1. ഇതിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന് ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 2420 രൂപയാണ്. അതെ, 2420 രൂപയാണ് നമ്മൾക്കായത്. ഇത് 8ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 8ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. പിന്നെ അങ്ങ് ആ ഒരു ഭാഗത്താണ് സ്ലീപ്പർ ക്ലാസ് ഉള്ളത്. ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. കേരള എക്സ്പ്രസിന്റെ സ്ലീപ്പർ ക്ലാസ്, അതായത് S2 ഇവിടെ മലയാളത്തിലാണ് ഉള്ളത്. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസ്. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഇവിടെ കഥകളീൻ്റെ ഇതുണ്ട്. അതുപോലെ തന്നെ ന്യൂഡൽഹിൻ്റെ ഇവിടെ റെഡ് ഫോർട്ടിൻ്റെ ഇതുമുണ്ട്. ഇവിടെ ഉണ്ടോ നല്ല രീതിയിൽ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ ഇന്നലെ രാത്രിക്ക് ഇവിടെ നിന്ന് കയറേണ്ടവർ എത്ര നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഒരു ഭയങ്കര ഒരു കഷ്ടം തന്നെയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിലേക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഡൽഹിയിൽ നിന്ന് 3 മണിക്കൂർ ഡിലേ ആയി, ഇവിടെ എത്തുമ്പോൾ 9.5 മണിക്കൂർ ഡിലേ. അതിന്റെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞു തന്നെയാണ്, ആ ട്രെയിനിന്റെ ടൈമിംഗ് ആണ്. പിന്നെ റേക്ക് ഇല്ലാത്ത അവിടെ എത്തിയിട്ട് തന്നെ അന്നേരം തന്നെ തിരിച്ചു വരണം. അതാണ്, അതൊക്കെ ഒന്ന് റെഡി ആക്കുവാണെങ്കിൽ സെറ്റ് ആകുമായിരുന്നു. അതെ, ഒരു റേക്ക് എക്സ്ട്രാ ഡൽഹിയിൽ ഉണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ഇവിടെ 20 മിനിറ്റോളം വണ്ടി നിർത്തി. ഇവിടെ ഇതാ വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. 1ാം നമ്പറൊക്കെ ഉള്ളത്, അതായത് പ്ലാറ്റ്ഫോം 1 ഉള്ളത് ആ ഒരു ഭാഗത്തേക്കാണ്. ഇപ്പം അടുത്ത സ്റ്റോപ്പ് ഉള്ളത് നെല്ലൂരാണ്. 255 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിലത്തെ ഒരു പ്രധാനപ്പെട്ട റിവറായ കൃഷ്ണ എത്തും. കൃഷ്ണ റിവർ. വിജയവാഡ നഗരത്തിൻ്റെ ഭാഗങ്ങൾ. ആന്ധ്ര RTC ഒക്കെ ഇതാ, ആന്ധ്രാപ്രദേശ് ബസ്. വിജയവാഡ ഇതെല്ലാം കൃഷ്ണ റിവർ ഇപ്പത്തും. കൃഷ്ണ റിവർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അങ്ങ് അതിലൂടെയാണ് റോഡ് പോകുന്നത്. ചേട്ടൻ അവിടുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. എട്ടര കഴിഞ്ഞ് രാവിലെ പാൻട്രി പോയിട്ട് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം വാങ്ങിച്ച്. ഇത് ഉപ്മയാണ്, അതായത് നമ്മുടെ ഉപ്മാവ്. അത് ഈ ഒരു ഉപ്മക്ക് 40 രൂപ വരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇന്ന് തന്നെ ഉപ്മാവ് വാങ്ങിയത്. കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ചത് ഇത് തന്നെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അത് വാങ്ങിച്ചത്. അതുപോലെ ഇത് പൂരി
ഈ പൂരി തന്നെയാണ് ഇതേ ക്വാണ്ടിറ്റി തന്നെയാണ് ഞങ്ങൾ ഇന്നലെയും കഴിച്ചത്. അതെ, ഒരു 5 പൂരി ഉണ്ടാവും, ഒരു സബ്ജി ഉണ്ട്. അതെ, ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. 5 എണ്ണം ഉണ്ട്. ഇതിന് 50 രൂപയാണ് വരുന്നത്. 50ഉം 40 90 രൂപയും 2 എണ്ണത്തിന് കൂടിയിട്ട്. ട്രെയിൻ ഇപ്പം 100 km/h പോകുന്നത്. സ്പീഡ് നന്നായ കുറവാണ്. സ്പീഡ് കുറഞ്ഞു. 97 94 സ്പീഡ് പറഞ്ഞു. ഞങ്ങൾ ഈ ഒരു തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്രയിൽ ഞങ്ങളൊരു ചേട്ടനെ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ പേര് പറഞ്ഞു ആദ്യം തന്നെ. എന്റെ ജാഫർ. നാട് എവിടെ ചേട്ടാ? നാട് ആലുവ. നേരത്തെ ഡൽഹി മുതൽ നല്ല കമ്പനി ആയിട്ട് വരുന്നുണ്ടല്ലേ? നല്ല കമ്പനി. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ മോശം പാസഞ്ചേഴ്സിന് കിട്ടാറുണ്ട്, നമുക്ക് മറക്കാൻ പറ്റില്ല. അതിനുപരി നല്ല മറക്കാനാവാത്ത മുഖങ്ങളും കിട്ടാറുണ്ട്. തീർച്ചയായും നമുക്ക് ഒരുപാട് മുഖങ്ങൾ ഈ ഒരു ട്രെയിനിലുണ്ട്. അപ്പം അതിൽ ഒരാളാണ് ഈ ചേട്ടൻ. ചേട്ടൻ കൃത്യമായ നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ്. ചേട്ടൻ നമ്മുടെ കേരള എക്സ്പ്രസിനെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? കേരള എക്സ്പ്രസ് ഞാനിപ്പോ 3ാമത്തെ യാത്രയാണ്. അതൊരു ഡയറക്റ്റ് ക്യാബിനായിട്ടാണ് എനിക്ക് ഇതുവരെ എന്റെ അനുഭവം. അതിന്റെ മെയിൻ തെളിവാണ് ഈ കാണുന്നത്. ഇതുണ്ടല്ലോ, ഇതിലേക്കൂടെ ഒരു പാസഞ്ചറിന് നടന്നു പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം ചേട്ടൻ കംപ്ലൈന്റ് ചെയ്തു. എന്നിട്ട് ബാക്കി ഞാന് ഇന്നലെ രാവിലെ മുതല് റെയിൽ മതത്തില് 2 കംപ്ലൈന്റ് ഇട്ടാണ്. ഒന്ന് 3 കംപ്ലൈന്റ് ഉണ്ട്. ഒരെണ്ണം പാസഞ്ചർ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ആ വിഷയം ഇല്ലേ, ആ വിഷയം അടുത്തൊരു കാര്യത്തിൽ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ച് വണ്ടി വൃത്തിയല്ല എന്നുള്ള കാര്യം നമ്മൾ ഇതിന്റെ സ്റ്റാഫിനോട് പറയുമ്പോൾ അവർ നമ്മുടെ ഷൗട്ട് ചെയ്യാണ്. പിന്നെ നമുക്ക് അടുത്ത മാർഗം എന്ന് പറയുന്നത് റെയിൽ മതത്തിൽ കംപ്ലൈന്റ് ചെയ്യാന്നാണ്. അപ്പൊ റെയിൽ മതത്തിൽ കംപ്ലൈന്റ് ചെയ്ത് ഇന്നലെ രാവിലെ ബാത്റൂം നിറച്ച് വെള്ളം കെട്ടി കിടക്കുകയാണ്. ആ വെള്ളത്തിൽ ചവിട്ടി വരുന്ന ആളുകളെല്ലാം പുറത്തെല്ലാം വൃത്തികേടായി കിടക്കുകയാണ്, മൊത്തത്തിൽ വൃത്തികേടായി കിടക്കുകയാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് അവരത് ശ്രദ്ധിച്ചില്ല. പിന്നീട് ഞാൻ റെയിൽ മതത്തിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഫാസ്റ്റായിട്ട് നടന്നു, എല്ലാം നീറ്റായിട്ട് ക്ലീനാക്കി അവർ. പിന്നെ ഇന്ന് രാവിലെ ഇതുപോലെ മൊത്തം വേസ്റ്റ് നടന്നിരിക്കുക. അപ്പൊ അത് മാറ്റണ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അറ്റത്ത് തന്നെ തല്ലാൻ വരുകയാണ്. അപ്പൊ അങ്ങനെ 2 കംപ്ലൈന്റ് ഇന്ന് രാവിലെ ഇട്ടിട്ടുണ്ട്. ഒന്ന് വേസ്റ്റ് നടന്നിരിക്കുന്നതിന്റെ, ഒന്ന് ഞാൻ ചോദ്യം ചെയ്തതിന് തല്ലാൻ വന്നതിന്റെ 2 കംപ്ലൈന്റ് ഇട്ടുണ്ട്. പ്രതികരിക്കാൻ പോയാലുള്ള അവസ്ഥ ഇതാ വരുന്നത്. അതായത് ചേട്ടൻ ചെയ്തൊരു നല്ല കാര്യമാണ്. ആ നല്ല കാര്യം ചെയ്യുമ്പോൾ ഇതിലേക്ക് ഈ ഒരു പറഞ്ഞ ഒരു തല്ലാൻ വരുന്ന ഒരു അറ്റൻഡർ പറഞ്ഞില്ലേ, പുള്ളി മലയാളിയല്ല, ഹിന്ദിക്കാരനാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു മോശം അനുഭവമാണ് ഇതിൽ നിന്ന് ഉണ്ടായത്. സമയം ഇപ്പൊ 11:24 നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ ഇതാ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം, ഇവിടെയല്ല. ഇത് 4ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നെല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ 3ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് ഹോൾട്ട്. अनाउंसमेंट नेल्लोर स्टेशन को स्वागतम सुस्वागतम। नेल्लोर स्टेशन में आपका स्वागत है। वेलकम टू नेल्लोर स्टेशन। ട്രെയിൻ ഇപ്പോൾ പോകുന്ന സ്പീഡ് 125 km/h. ഈ ഒരു സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. നല്ല സ്പീഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്ത സ്റ്റോപ്പ് ഗുഡൂരാണ്. സമയം ഇപ്പൊ 11:57 ഗുഡൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡൂർ ഇവിടെ 5 മിനിറ്റ് ഉണ്ട് വണ്ടിക്ക് സ്റ്റോപ്പ്. ഗുഡൂര് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന വിജയവാഡ റൂട്ട്, പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന തിരുപ്പതി റൂട്ട്, പിന്നെ ഒന്ന് ചെന്നൈ റൂട്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഇവിടെ വണ്ടി നിർത്തിയ സമയത്ത് കണ്ടോ ഒരു ജനറൽ ടിക്കറ്റ് ഒക്കെ കയറുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. തിരുപ്പതി എന്ന് പറഞ്ഞിട്ട് കയറുക. എന്താ അവസ്ഥ? അത് അപ്പുറത്ത് വിളിക്കുന്നുണ്ട് കുറെ ആൾക്ക്. അതാ എന്റെ പൊന്നു, ജനറൽ ടിക്കറ്റ് തരാ. ഇനിയിപ്പോ ട്രാക്ക് മുറിച്ച് കിടക്കുന്നുണ്ടോ? ഇത് കുറ്റകരല്ലേ അല്ലേ? എന്റെ പൊന്നോ, ഒരിതുമില്ല. നല്ല കൃഷിപ്പാടങ്ങളാ. ഇപ്പൊ ഒരു ട്രെയിൻ വരും, തിരുപ്പതി ബിലാസ്പൂർ എത്താനായി ഏകദേശം.
സമയം ഇപ്പോൾ 1:23 റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഇവിടെ വേറൊരു ട്രെയിനും കൂടി ഉണ്ട്. നല്ല വെയിലാണ്. ദുരന്തോ എക്സ്പ്രസിൻ്റെ ലിവറി ചെന്നൈ സെൻട്രൽ എക്സ്പ്രസ് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. റേണിഗുണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഇതേ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ആൾക്കാരൊന്നും ഇറങ്ങാനില്ല. അടുത്ത സ്റ്റേഷനായ തിരുപ്പതിയിലെ ആൾക്കാരൊക്കെ കൂടുതലും ഇറങ്ങുള്ളൂ. പിന്നെ ഈ ഒരു കേരള എക്സ്പ്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ വൃത്തിയൊന്നുമില്ല. കാരണം ഈ ഒരു നോർത്ത് ഇന്ത്യക്കാരാണ് ഇതിനകത്തെ അറ്റൻഡേഴ്സ് ക്ലീനിങ് സ്റ്റാഫ്സ് ഒക്കെ വരുന്നത്. അവർ പല സ്ഥലത്ത് അവർ തന്നെയാണ് തുപ്പിടുന്നത്. ഈ ഒരു കോച്ച് പോകുന്ന അവിടെ പിന്നെ എല്ലാ വേസ്റ്റുകളും കൊണ്ടുവന്ന് അവർ കോച്ചിൻ്റെ ഇടയിലാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. അവരെ പെരുമാറ്റം അങ്ങനെയാണ്. ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ഡൽഹി പോകുമ്പോൾ വിഷയം വരില്ല, തിരിച്ചു വരുമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജാഫർക്കൊക്കെ വേറൊരു വിഷയം കൂടെ പറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. മലയാളി തന്നെ ആ പറഞ്ഞ ചേട്ടൻ്റെ എന്താ പറയുക, നമുക്ക് നമ്മുടെ കോയമ്പത്തൂർ നിസാർ മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. സെയിം ഇൻസിഡന്റ് ഇതിലെന്ത് ചെയ്തു, ജാഫർക്ക നേരെ RPFനൊക്കെ പരാതിക്ക് പറയുണ്ടായി. അപ്പം അങ്ങനെയൊക്കെ പല അനുഭവങ്ങൾ നമുക്ക് ഈ ട്രെയിനിൽ ഉണ്ടാവും. അതായത് പല രീതിയിലാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അത് ഈ ട്രെയിനിൻ്റെ മാത്രമല്ല, എല്ലാ ട്രെയിനിൻ്റെ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ആ പണി കൊടുത്തത് മലയാളി തന്നെയാണ്. മലയാളി തന്നെയാണ് ശരിക്കും മറ്റൊരു മലയാളിക്ക് ഏറ്റവും കൂടുതൽ പണി ഉണ്ടാവുക. കാരണം നമ്മൾ ആ കോയമ്പത്തൂർ ഹിസാർ വണ്ടിയിൽ ഞങ്ങൾ ശരിക്കും അനുഭവിച്ചതാണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഈ ട്രെയിനിൽ ഒരുപാട് മലയാളികൾ നമ്മുടെ എന്താ പറയുക നല്ല എന്താ പറയുക മറക്കാൻ പറ്റാത്ത ഒരുപാട് എന്താ പറയുക സൗഹൃദങ്ങൾ കിട്ടി. നല്ല അനുഭവങ്ങളാണ് നമുക്ക് ഇന്നുണ്ടായത് കേട്ടോ. ജാഫർക്ക, നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അനുഭവമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മലയാളിയിൽ നിന്നുണ്ടായ ഒരു അനുഭവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് അതിനുശേഷം അങ്ങേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നോ? ആള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മള് തിരുവനന്തപുരം സെൻട്രലിൽ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എല്ലാ വീഡിയോസും എവിഡൻസ് ആയിട്ട് എല്ലാ വീഡിയോസും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വീഡിയോസും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് കുറേ ഇപ്പോൾ ഈ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 4-5 GT വന്നു, കാര്യങ്ങൾ തിരക്കി അവരും വേണ്ട കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടാവും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. നമുക്ക് മലയാളികൾ തന്നെ ഒരുപാട് സഹായകമാവുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് പറയുകയും ചെയ്യും. ഞങ്ങളുണ്ടല്ലോ ഉച്ചക്ക് ഇതിലത്തെ ഈ ഒരു ഭക്ഷണത്തിനെല്ലാം നല്ല എരിവാണ്. ഈ പാൻഡ്രിലൊക്കെ അതുപോലെ തന്നെ വെജ് ബിരിയാണി താലിക്കായാലും ചെറിയ രീതിയിലുള്ള എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചക്ക് നമുക്ക് പഴമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായി ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് ലഘുവാക്കി മാറ്റാന്ന് കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ കഴിച്ചു. അതുകൊണ്ട് എന്താ ഇന്ന് നമ്മൾ എവിടുന്ന് സ്റ്റേഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാൻട്രിയിൽ നിന്നൊന്നും വാങ്ങണ്ട കരുതി. ലേറ്റ് ആയാലും ഇതാണ് അവസ്ഥ. ഇവിടെ 1:20 വണ്ടി. ഇപ്പോൾ 2:45. 1 മണിക്കൂറിന് മേലെയാണ് ഇവിടെ വണ്ടി നിർത്തിയത്. ഇനിയിപ്പോൾ 10 കിലോമീറ്റർ പോയാൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എത്തും. ഇവിടെ ഇതാ റേണിഗുണ്ടാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ട്രെയിൻ വളഞ്ഞു പോന്നണ്ട, നല്ലൊരു കർവാണ്. ഇവിടെ ഒരു വണ്ടി കാണുന്നില്ലേ, ഇത് തിരുപ്പതി നിസാമാബാദ് റായലസീമ എക്സ്പ്രസ്. നല്ല പേരല്ലേ, റായലസീമ എക്സ്പ്രസ്. തിരുപ്പതി തന്നെ ഒരുപാട് വണ്ടി സ്റ്റാർട്ടിങ് ഉണ്ട്. റായലസീമ ഉണ്ട്, പത്മാവതി എക്സ്പ്രസ് ഉണ്ട്. ഈ പത്മാവതി എക്സ്പ്രസ് പറയുന്നത് ശബരി എക്സ്പ്രസിന്റെ റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. നല്ല പുതിയ 2023 നിർമ്മിച്ച കോച്ചാണ് ഇത്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എത്താനായി, ഇനി 800 മീറ്റർ കൂടെ ഉണ്ടാവും. സമയം ഇപ്പം 3:07. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തല്ല പ്ലാറ്റ്ഫോം ഉള്ളത്, ഇത് ഓപ്പോസിറ്റാണ്. പക്ഷേ ഇവിടെ നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല ആ ഭാഗത്തേക്ക് പോകണമെങ്കിൽ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാം. ഇവിടെ ഒരു നെയിം ബോർഡും ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു വണ്ടി കൂടി ഉണ്ട്. തിരുപ്പതി ഇതാ ഇവിടെ ഒരു വണ്ടി ഇതാ. ഇത് ഇവിടെ നിർത്തിയിട്ടാണ്. പുതിയ കോച്ചാണ് ഇതാ, 2023 തേർഡ് AC എക്കണോമി ആവാനാ, അല്ല ഫസ്റ്റ് AC അത്. ഫസ്റ്റ് AC കോച്ചാണ് ഇത്, തേർഡ് AC എക്കണോമി. ഡിജിറ്റൽ ആയതുകൊണ്ട് പേര് കാണുന്നില്ല. അതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കും തേർഡ് AC ഉണ്ട്, 3 ടയർ. ഇത് തേർഡ് AC.
പിന്നെ ജനറൽ. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ ടോട്ടൽ 6 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. സൗത്ത് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിലാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇവിടേക്ക് ഏതൊക്കെയോ വണ്ടിയുണ്ട്. ഇത് MGR ചെന്നൈ സെൻട്രലിലെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി. നമ്മുടെ ട്രെയിനിന്റെ അനൗൺസ്മെന്റ്. प्लेटफॉर्म क्रमांक 3 पर खड़ी है. For the kind attention of passengers, train number 12626 New Delhi Trivandrum Kerala Superfast Express via Jolarpet, Coimbatore, Ernakulam, Kollam. അനൗൺസ്മെന്റ്. ഈ ഒരു തിരുപ്പതി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അതായത് നമ്മുടെ തിരുമല, തിരുപ്പതി, നമ്മുടെ വെങ്കടേശ്വര ക്ഷേത്രം, ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം. നമ്മുടെ കേരളത്തിൽ നിന്ന് തിരുപ്പതിയിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഈ കേരള എന്ന് പറയുന്നത്. കാരണം ഉച്ചയ്ക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ വെളുപ്പിന് ഇവിടെ തിരുപ്പതി എത്തും. പക്ഷേ ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ വെളുപ്പിനെത്തേണ്ട വണ്ടിയാണ്, ഇപ്പോൾ എത്തിയത് വൈകുന്നേരമായി. അപ്പോൾ അത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നല്ല വണ്ടി തന്നെയാണ് കേരള എക്സ്പ്രസ്. തിരിച്ച് കേരളത്തിൽ പോകുമ്പോൾ ഈ വണ്ടി ഒന്നും ബുക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഒരിക്കലും ഇതിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതിന്റെ ലേറ്റ് ആണ് പ്രധാന കാരണം. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 സെക്കന്ദരാബാദ് തിരുപ്പതി വന്ദേ ഭാരത് വരികയാണിതാ. ప్రయాణికులకు ఇద్దరికి ట్రైన్ నంబర్ 20702 తిరుపతి నుండి సికింద్రాబాద్ వెళ్ళవలసిన ഇനിയിപ്പോ ഇത് തിരുപ്പതി സെക്കന്ദരാബാദിലോട്ട് പോകും. നമ്മളെ വണ്ടി ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ 20 മിനിറ്റിന് മേലെ സ്റ്റോപ്പ് എടുത്തിട്ടില്ല. ഇവിടുന്ന് വണ്ടി എടുത്തു. ഇന്ത്യൻ ഫ്ലാഗ് കണ്ട പാറി പറക്കുക. 3-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇവിടെ ഇതാ തിരുപ്പതി എന്നുള്ള ഒരു നെയിം ബോർഡ്. തിരുപ്പതി. ഈ ഒരു ഭാഗത്ത് മുഴുവനും മലനിരകളാണ്. അങ്ങണ്ടിത് തിരുപ്പതി വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ആ ഒരു മലനിരകൾ കണ്ട. തിരുപ്പതി വിട്ടതിന് ശേഷം ഞങ്ങൾ ഈ അപ്പറിനെ വരെ കയറി. കാരണം ഞങ്ങൾക്ക് ഒരു മിഡിലും ഒരു അപ്പറുമാണ്. അപ്പോൾ അപ്പറിനെ വരെ കയറിയിരിക്കുന്നതാണല്ലോ ശരി. ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ AC ഓഫായിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം നല്ല തണുപ്പായിരുന്നു. അപ്പോൾ നവീൻ അവിടെയുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വരുന്നത് ചിറ്റൂരാണ്. ഈ ഒരു ദൂരയാത്രയിൽ 2 അപ്പറില്ലെങ്കിൽ ബുദ്ധിമുട്ടിയതാണ്. പകൽ ടൈമിൽ മിഡിൽ നമുക്ക് പൊക്കി വെക്കാനുള്ള റൂളൊന്നും ഇല്ല. പക്ഷേ എന്നാലും പൊക്കി വെക്കുന്നതിന് AC വലിയ തെറ്റായിട്ട് അത് പറയുന്നൊന്നുമില്ല. അല്ല, നമ്മൾ സഹയാത്രികർ സഹകരിച്ചാൽ നമുക്ക് അത് പൊക്കി വെക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അതെ. ട്രെയിൻ ഇപ്പം ചിറ്റൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പാണ്. അടുത്ത സ്റ്റോപ്പിന് ഉള്ളത് തമിഴ്നാട്ടിലെ കാട്ട്പാടിയാണ്. ഇപ്പോഴെത്തില്ല, കുറച്ച് ടൈം എടുക്കും എന്തായാലും. ഇവിടെ ഇതാ വണ്ടി വന്ന് നിർത്തി. ഇത് വെങ്കടാദ്രി എക്സ്പ്രസ് ആണ്, ചിറ്റൂർ കാച്ചിഗുഡ. ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുള്ള ഒരു ട്രെയിൻ ശേഷാദ്രി എക്സ്പ്രസ്. ഇതിപ്പോൾ ഇവിടുന്ന് എടുത്തു. SMVT ബംഗളൂരു കാക്കിനാട. ഇത് പേരല്ലേ, നല്ല പേര്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്. SMVT ബംഗളൂരു ഹൗറ സൂപ്പർഫാസ്റ്റ്. ഇതിനിവിടെ സ്റ്റോപ്പൊന്നുമില്ല. പക്ഷേ നേരത്തെ ഒരു വണ്ടിയില്ലേ, അത് പോയതല്ലേ ഉള്ളൂ. സിഗ്നൽ കാരണം എന്തായാലും ഇവിടെ നിർത്തുവന്ന്. എന്റെ പൊന്നു, ഇതൊക്കെ തിരക്കണ്ട. ടോയ്ലറ്റിലൊക്കെയാണ് കയറി നിൽക്കുന്നത്. വെസ്റ്റ് ബംഗാൾ വണ്ടി. സ്ലീപ്പറും ജനറലൊക്കെ ഒന്ന് തന്നെയാണ്. ദുരന്ത എക്സ്പ്രസിന്റെ ലിവറി ഉണ്ടല്ലോ. ഒരു ദുരന്തം തന്നെയല്ലേ ഈ വണ്ടി? ഒരു ദുരന്തം വണ്ടി തന്നെ. കാരണം ഇനി സ്ലീപ്പർ വളരെ ഷോക്കാണ്. AC എടുത്തിട്ട് ട്രാവൽ ചെയ്തതിലൊക്കെ. അതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ മതി, ശരിക്കും മനസ്സിലാവും.
നല്ല തിരക്കല്ലേ? നിന്നിട്ട് പോകുന്നു എല്ലാവരും. ഇത് സ്ലീപ്പറാണിത്. നമ്മുടെ ലോക്കോമോട്ടീവ് വേണ്ട, അതിലൂടെ പോകുന്ന കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വളവാണ്. കണ്ട ലോക്കോമോട്ടീവ് അങ്ങനെ അവിടെ എത്തി. അങ്ങനെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. കാട്ട്പാടി. സമയം ഇപ്പോൾ 5:13 കാട്ട്പാടി ജംഗ്ഷൻ. ഇവിടെ തന്നെയാണ് പ്ലാറ്റ്ഫോം വരുന്നത്. കാട്ട്പാടി ജംഗ്ഷൻ. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിന് 5 മിനിറ്റ് സ്റ്റോപ്പ്. ഇനിയിപ്പോൾ അങ്ങോട്ട് മൊത്തം സദേൺ റെയിൽവേ ആണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചെന്നൈ ഭാഗത്തേക്കൊക്കെ പോകേണ്ടവരായിരിക്കാം മിക്കവാറും ഇറങ്ങുക. ഇവിടെ തന്നെ കാട്ട്പാടി എന്നൊക്കെയുള്ള ഒരു ബോർഡൊക്കെ ഉണ്ട്. ഇത് ഏതോ വണ്ടീൻ്റെ അനൗൺസ്മെന്റാ, നമ്മളെ അല്ല. നോക്കാം ഏതിന്റെ ആണെന്ന്. ആ ഇത് നമ്മുടെ തന്നെ അല്ല, ട്രിവാൻഡ്രം സൂപ്പർഫാസ്റ്റിന്റെ. കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിലത്തെ വെയിറ്റിംഗ് റൂമാണിത്. ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടില്ലേ, MGR ചെന്നൈ സെൻട്രൽ ട്രിവാൻഡ്രം സൂപ്പർഫാസ്റ്റിന്റെ. ആ ട്രെയിൻ ഇപ്പോൾ ഇവിടെ വരും. ആ ട്രെയിൻ വന്ന് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുള്ളൂ. അതായത് നമ്മുടെ വണ്ടിക്ക് ഇവിടെ ഒരു പ്രയോറിറ്റി ഇല്ല, കാരണം നല്ല ലേറ്റ് ആയിട്ട് വരുവാണല്ലോ. മിക്ക ട്രെയിനുകളും അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഇതേ അവസ്ഥ. തിരിച്ചു വരുമ്പോൾ ഇതേപോലത്തെ ലേറ്റ് ഒക്കെ ആയിട്ടുണ്ടെന്നുണ്ടല്ലോ, നമ്മുടെ പ്ലാനുകളൊന്നും നടക്കണമെന്നില്ല. അപ്പൊ കേരള എക്സ്പ്രസിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി നോക്കിയ ശേഷം ഓരോരോ പ്ലാനുകൾ ഇടാൻ ശ്രമിക്കുക. അതെ അതെ. ഈ ഒരു വണ്ടി പോകുന്നതാ, ഇതേത് വണ്ടി എന്നറിയാം? MGR ചെന്നൈ സെൻട്രൽ കോയമ്പത്തൂർ ഇന്റർസിറ്റി. അതും നമ്മളിതാ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. വല്ലാത്ത അവസ്ഥയായി പോയിട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ട്രെയിനിൽ തിരുപ്പൂരിനൊക്കെ കയറിയവരുണ്ട് നാട്ടിലേക്ക്. അവരുടെ അവസ്ഥ നമുക്ക് മാക്സിമം ഇതിന് വരാതിരിക്കുന്നത് നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഈ ഇന്റർസിറ്റി വരെ ഇതിനെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴുള്ള ഒരു രംഗം ഒന്ന് കാണണം. അരമണിക്കൂറായി കാട്ട്പാടി തന്നെ കിടക്കും. കിങ് ഓഫ് ഓവർടേക്ക് എന്നാണ് കേരള എക്സ്പ്രസിനെ പണ്ടൊക്കെ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു വിലയൊക്കെ പോയി. ഇപ്പൊ ഈ വണ്ടീനെയാണ് എല്ലാ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നത്. എല്ലാ ട്രെയിനും ഇന്റർസിറ്റി വരെ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. കാണുമ്പോൾ സങ്കടം വരുന്നത്. എന്തവസ്ഥ അതൊക്കെ. അത് പോയി. കാരണം അതൊക്കെ ഓൺ ടൈമിൽ ഓടുന്ന വണ്ടിയാ. ഈ ഒരു വണ്ടി കാരണം അതിന്റെ ടൈമിങ് തെറ്റിക്കൂടല്ലോ. ഇപ്പൊ ഒരു വണ്ടി വരും, അതായത് മൈസൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലോട്ട് പോകുന്ന വന്ദേ ഭാരത്. അത് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് വരിക. അതങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്ന് അതിന്റെ ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. വന്ദേ ഭാരത് വന്നു. മൊത്തം ചളിയാണ്. ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൂടെ അല്ലേ? വന്ദേ ഭാരത്. ഈ ഒരു വന്ദേ ഭാരതിന് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ട്. മൈസൂരിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലായിട്ട്. നല്ലൊരു സർവീസാണ് ഇത്. ആറ് 58 ജോളാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ട് വന്നു. ഇവിടെയൊക്കെ ഉണ്ടല്ലോ വണ്ടി എത്ര ഡിലേ ആയിട്ട് എത്തിയെന്ന് നോക്കടാ. രാവിലെ ഇവിടുന്ന് കയറേണ്ട ആൾക്കാരാണ് ഇതൊക്കെ. കുറേ ആൾക്കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും. പിന്നെ TDR ഫയൽ ചെയ്താൽ മതിയല്ലോ. ജോളാർപേട്ട ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിന് 5 മിനിറ്റ് സ്റ്റോപ്പ്. ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് സമയം 7 മണിയായി. TDR ഫയൽ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതായത് രാവിലെ ഇവിടെ എത്തേണ്ട ട്രെയിനാണല്ലോ. ഏകദേശം 10 മണിക്കൂറിന് മേലെ ലേറ്റ് ആയ കാരണം ആൾക്കാർക്ക് ഫുൾ റീഫണ്ട് കിട്ടണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റൂല. അപ്പോൾ TDR ഫയൽ ചെയ്യണം. ട്രെയിൻ മോർ ദാൻ, അതായത് ട്രെയിൻ 3 മണിക്കൂറിന് മേലെ ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് TDR ഫയൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ജോളാർപേട്ട എത്തുന്ന സമയത്ത് പറയാൻ പറ്റും, നമ്മുടെ വണ്ടി പണ്ടുണ്ട്, അത് KK എക്സ്പ്രസ് ആണ്. ആ സമയത്ത് ഇവിടുന്ന് ഒരുമിച്ചാണല്ലോ റിമൂവ് ചെയ്തും നമ്മുടെ കർണാടകയിൽ നിന്ന് വരുന്ന, ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന കർണാടക എക്സ്പ്രസും കേരള എക്സ്പ്രസ് ഒരുമിച്ച് പോകുന്നതും എല്ലാം ഇവിടുന്നാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റേഷനിലെ പ്രത്യേകത.
സേലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സേലം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ സ്റ്റേഷനിൽ നിന്ന് തന്നെ വാങ്ങിക്കാം. പാൻട്രിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല, നൈറ്റ് ഇനി ഇവിടെ നിന്ന് വാങ്ങിക്കാം. നോൺ വെജ് കഴിച്ചിട്ട് കുറേ നാളായി. നോൺ വെജ് നോക്കാം. അപ്പോൾ ഇതാ നല്ല ചൂട് ചിക്കൻ ബിരിയാണി. കുറേ നാളായില്ലേ നവി ചിക്കനൊക്കെ കഴിച്ചിട്ട്. അവിടെ സേലത്ത് നിന്ന് വാങ്ങിച്ച ബിരിയാണി ഇതാണ്, ചിക്കൻ ബിരിയാണി. കുറേ നാളത്തിന് ശേഷമാണ് ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്. ജാഫ്രിക്കയും വാങ്ങിച്ചിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ട്. അപ്പൊ ജാഫ്രിക്കേന്റെ സ്പോൺസറാണ് ഇന്നത്തെ ഈ ഒരു ചിക്കൻ ബിരിയാണി. ആകെ 3 മിനിറ്റ് സ്റ്റേഷനിൽ വണ്ടി ഓടിയ പെട്ടെന്ന് കയറിയ. പിന്നെ അതുപോലെ തന്നെ യദുവട്ടം വാങ്ങിച്ചത് എഗ് ബിരിയാണിയാണ്. അപ്പൊ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചില്ല. അപ്പൊ ഇനിയിപ്പം ചൂടോടെ തന്നെ കഴിക്കാല്ലോ. അതിനിടയ്ക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. 4 ബിരിയാണിക്ക് 400 രൂപയാണല്ലോ കൊടുക്കേണ്ടത്. 500 രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങാൻ വേണ്ടി പറ്റിയില്ല. അത് പെട്ടെന്ന് വണ്ടി വിട്ടുപോയി, അതാണ്. കയറാതെ നിർത്തിയില്ലല്ലോ. അതെ കഴിച്ചോ. ന്യൂഡൽഹിയിൽ നിന്നും 2507 കിലോമീറ്റർ യാത്ര ചെയ്ത് തമിഴ്നാട്ടിലെ ഈറോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രെയിനിൽ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. സമയം ഇപ്പോൾ കറക്റ്റ് 9:50 21:51, അതായത് 9:51 സമയം. ഇപ്പോൾ ഇവിടെ ഇതാ വണ്ടി വന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി 521 കിലോമീറ്ററും കൂടെ തിരുവനന്തപുരത്തേക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ സമയത്ത് വണ്ടി തിരുവനന്തപുരത്ത് എത്തേണ്ടതാണ്. അറിയാലോ, 11 മണിക്കൂറിന് മേലെയാണ് ഇപ്പോൾ വണ്ടി ഡിലേ ആയിട്ടുള്ളത്. 9:50 തിരുവനന്തപുരത്തേണ്ട വണ്ടി. എനിക്ക് മിക്കവാറും നാളെ രാവിലെ ഏത് സമയത്ത് എത്താന്ന് അറിയില്ല. കാരണം ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ കഴിയണം. വണ്ടി പല സ്ഥലത്ത് നാം വിചാരിക്കുന്നതിന്റെ അപ്പുറത്താണ് നിർത്തിയിടുന്നത്. അതെ. അപ്പോൾ എന്താ പറയുക, ഇന്ന് രാത്രി നമുക്ക് കിടന്നുറങ്ങാം. നാളെ രാവിലെ കേരളത്തിലെ ഏതൊരു സ്ഥലത്തെത്തും. അപ്പൊ മിക്കവാറും എനിക്ക് തോന്നുന്നു കൊല്ലത്തായിരിക്കും അല്ലേ, വർക്കല ഭാഗത്തായിരിക്കും വിചാരിക്കാം. അതെ. അപ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 7:40. കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ട്രെയിൻ 12.5 മണിക്കൂറാണ് ഡിലേ. ഈ ഒരു ഡിലേ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കുറച്ച് കുറയും, കാരണം സ്ലൈഡ് ടൈം ഒക്കെ ഇതിനുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട നമ്മുടെ കുറെ ചേട്ടന്മാരൊക്കെ പല സ്ഥലങ്ങളായിട്ട് ഇറങ്ങി. ഇനിയിപ്പോ നമ്മളെ ട്രെയിൻ അത്യാവശ്യം കാര്യം ചെയ്യുമ്പോൾ കൊല്ലം വർക്കലയിലെ സ്റ്റോപ്പുള്ളൂ. അതുപോലെ തന്നെ ചെങ്ങന്നൂർ എത്തുമ്പോൾ നമ്മുടെ കോപ്പാസിനെ 2 ചേച്ചിമാർ, വയസ്സായ ചേച്ചിമാരൊക്കെ അവിടെ ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇറക്കാൻ സഹായിച്ചു. എന്ത് പറഞ്ഞാൽ കേരള എക്സ്പ്രസിലെ യാത്രക്കാർ, സഹയാത്രക്കാർ ഞങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ മറക്കില്ല. ഒരു കുടുംബം പോലെയല്ല മനു. തീർച്ചയായും ഈ ഒരു 3 ദിവസം അത്രയും നല്ല ബന്ധങ്ങളാണ് ഉണ്ടായത്. അതിൽ ഒരുപാട് പേരെ കാണിക്കാൻ പറ്റാതായിട്ട് എല്ലാവർക്കും ക്യാമറയുടെ മുന്നിൽ വരുന്നത് ഇഷ്ടമൊന്നല്ലാത്ത ഒരുപാട് ആൾക്കാർ. ഒരു ചമ്മല്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോ ഒരു വണ്ടി എത്ര നേരം നിർത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ആ ടൈമിങ്ങിലൊന്നും അല്ല വണ്ടി എന്തായാലും എടുത്തിട്ട് പോകുന്നത്. ഇവിടുന്ന് നമ്മളെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യും. ഗുരുവായൂരിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്, അതേ എന്തായാലും ഫസ്റ്റ് പോകുള്ളൂ. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മളെ വണ്ടീനെ ആദ്യമായിട്ട് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാണ്, ഗുരുവായൂർ ഇന്റർസിറ്റി. കിങ് ഓഫ് ഓവർടേക്ക് എന്ന് പറയുന്ന കേരള എക്സ്പ്രസ്സിനെ കേരളത്തിൽ വെച്ച് ഇതാ ഇന്റർസിറ്റി എക്സ്പ്രസ് ഓവർടേക്ക് ചെയ്ത് പോവുകയാണ്. ഈ കിങ് ഓഫ് ഓവർടേക്ക് എന്നൊക്കെ പണ്ടേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ എല്ലാം കളഞ്ഞു കുളിച്ചു. എന്ത് കിങ് ഓഫ് ഓവർടേക്ക്, ഇതിനെ എല്ലാ വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്ന അവസ്ഥയാണ്. ഇന്നലെ തന്നെ 2 വണ്ടിയാണ് ഇതിനെ തമിഴ്നാട്ടിൽ നിന്ന് ഓവർടേക്ക് ചെയ്തത്. ഇന്നിതാ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇന്റർസിറ്റി. ലേറ്റ് എത്ര വർഷമായി ഇത്, വർഷങ്ങളായി ഈ ഒരു ലേറ്റ് തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ അതും പോയി. ഇനിയിപ്പോഴേ വണ്ടി എടുക്കൂല, കാരണം അത് അങ്ങെത്തണമല്ലോ. ഇത് നേരെ പുനലൂരിലേക്ക് പോകുന്ന ലൈനാണ്. കൊല്ലത്തെത്താനായി അങ്ങനൊരു ട്രെയിൻ വരുന്നുണ്ട്, മധുരൈ പുനലൂർ എക്സ്പ്രസ്. ഇത് പോയി കഴിഞ്ഞാലേ നമുക്ക് വണ്ടി ഒന്നിലേക്ക് ആ ഒരു ഭാഗത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. സമയം ഇപ്പോൾ 8:48. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വരുന്നത്. കൊല്ലത്ത് ഈ ട്രെയിന് 3 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ. അതുപോലെ തന്നെ കേരള എക്സ്പ്രസിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ന്യൂഡൽഹിക്കും തിരുവനന്തപുരത്തിനിടയിൽ ഈ ട്രെയിന് 40 സ്റ്റോപ്പുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ലേറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ട്രെയിൻ മാത്രമല്ല, നമ്മൾ ന്യൂഡൽഹിയിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് കയറിയത്. ഇന്ന് തിങ്കളാഴ്ചയായി. അത് വെള്ളിയാഴ്ച മുന്നേ പുറപ്പെട്ട കേരള എക്സ്പ്രസിന്റെ അവസ്ഥയൊക്കെ സമാനമായ അവസ്ഥയാണ്. അതുപോലെ വെള്ളിക്ക് ശേഷം ശനി, ഇന്നലെ ഞായറാഴ്ച അവിടുന്ന് പുറപ്പെട്ട ട്രെയിനും 7-8 മണിക്കൂർ ഡിലേ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാം ന്യൂഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്നത് 11 മണിക്ക് ശേഷമാണ്. റീഷെഡ്യൂളിംഗ് ആണ്. അതിങ്ങനെ ലേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ 9 മണിക്ക് എത്തേണ്ടത് നെക്സ്റ്റ് ഡേ 9 മണിക്ക് എത്തും. അതെ.
ഈ ഒരു കേരളത്തിൽ എത്തിക്കഴിഞ്ഞാണ്ടല്ല ഈ ട്രെയിനിൻ്റെയൊക്കെ സ്പീഡ് ഏകദേശം ഈ ഒരു ലെവലൊക്കെ തന്നെയാണ്. 110 കയറും അങ്ങനെയല്ല, എന്നാലും സ്പീഡ് വളരെയധികം കുറവാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 120 130 ഒക്കെ ഒരു ഫുൾ സ്ട്രെച്ചിൽ തന്നെ പോകും. ട്രെയിൻ ഇപ്പോൾ വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കേരള എക്സ്പ്രസ് ഇല്ലേ, ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയാൽ തിരിച്ച് ന്യൂഡൽഹിയിലോട്ട് പോവില്ല. ഇത് ഇന്ന് നേരെ കൊച്ചുവേളിയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നാളെ മാത്രമേ ന്യൂഡൽഹിയിലോട്ട് പോകുള്ളൂ. അതായത് ഇന്നലെ രാത്രിക്ക് എത്തിയാലും ഇന്ന് എത്തിയാലും പോകില്ല, കാരണം ഇന്ന് വേറെ വണ്ടിയാണ് തിരിച്ചു പോകുന്നത്. ഇന്ന് ഈ വണ്ടി അവിടെ പരിപാടികളൊക്കെ ആയിട്ട് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോകും. അതെ, നമ്മളെ തേർഡ് AC എക്കണോമീൻ്റെ ഡോറാണ് ഇത് കണ്ടതാ, മൊത്തം പോയിട്ടാണുള്ളത്. ഇത് നമ്മുടെ ഈ ഒരു അറ്റൻഡർ ചേട്ടന്മാർ പറഞ്ഞാണ് ഈ പാൻട്രിക്കാർ പോകുമ്പോൾ പിടിച്ച് വലിച്ചത് അതിൻ്റെ ഇതൊക്കെ പോയി, ഇത് മൊത്തം പോയിട്ടാണുള്ളത്. ഇപ്പോൾ അത് ശക്തിയോടെ വലിച്ചിട്ട് ഇത് മറ്റേ പുഷ് ചെയ്യുന്ന സംഭവമാണ്. പറ്റാത്തതുകൊണ്ട് എന്താ പറയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. സമയം ഇപ്പം 10:07 തിരുവനന്തപുരം പേട്ട റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി എടുത്തു. അടുത്തതാണ് തിരുവനന്തപുരം സെൻട്രൽ. ഈ ട്രെയിനിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂഡൽഹിയിലേക്ക് പോകുമ്പം തിരുവനന്തപുരം പേട്ടയിൽ സ്റ്റോപ്പില്ല, തിരുവനന്തപുരത്തോട്ട് പോകുമ്പോഴാണ് സ്റ്റോപ്പ്. ഇവിടെയൊക്കെ ടൈലൊക്കെ വേണ്ടതാ, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, അടിപൊളിയാ. രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിൽ നിന്നും 3030 കിലോമീറ്റർ യാത്ര ചെയ്ത് സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 10:14. ഇതാണ് നമ്മുടെ ബർത്ത് ഉണ്ടായത്, ഇതും പിന്നെ നമ്മുടെ ഇതിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ, അതായത് ഫസ്റ്റ് ദിവസം ചെയിനൊക്കെ വലിച്ചത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള എക്സ്പ്രസിൽ ഇല്ലാത്ത ഒരു കോച്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് AC ആണ്. ബാക്കി തമിഴ്നാട് എക്സ്പ്രസിന് കർണാടക ഉണ്ട്. അപ്പം ഇതിൽ ഫസ്റ്റ് AC വരണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. തിരുവനന്തപുരം സെൻട്രൽ ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഇത് 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് വണ്ടി വന്നത്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഒരു ഐ ലവ് TV എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്, നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പോയാൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടുന്നും കാണാൻ വേണ്ടി പറ്റും. കണ്ടാ, ബസ്സൊക്കെയാണ് ഇതിലേക്കൂടെ കൂടുതലും പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ തിരുവനന്തപുരത്ത് എത്തിയ സ്ഥിതിക്ക് ഈ ഒരു കേരള എക്സ്പ്രസിൻ്റെ 2 പാർട്ടാണ് ചെയ്തത്. ആ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ കേരള എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വണ്ടിയാണ്, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വണ്ടിയാണല്ലോ. പിന്നെ ലേറ്റ് ആവുന്ന ഒരു വിഷയം മാത്രമേ ട്രെയിനിന്റെ മിസ്റ്റേക്ക് ഉള്ളൂ. മറ്റൊരു വേറെ കാര്യമല്ല, അതിലത്തെ പാൻട്രി ജീവനക്കാര് മോശ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറില്ലാത്ത സ്വഭാവം എല്ലാവരും പറയാം. അതായത് ഈ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോൾ അവര് അവിടെ തുപ്പ ഇവിടെ തുപ്പ, ഈ ഗുട്ടിയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മളോട് പെരുമാറുന്ന ഒരു ബിഹേവ് വളരെ മോശമാണ്. പിന്നെ മലയാളി ചേട്ടന്മാര് പൊളിയാണ്. അതെ, അത് ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലുള്ളവർക്കാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ എന്താ പറയാ, കേരള എക്സ്പ്രസിന്റെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.